പ്രഷർ കുക്കറിൽ ചിക്കൻ ബിരിയാണി വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ എളുപ്പത്തിൽ വയ്ക്കാൻ പറ്റും. കാരണം ഒരു കുക്കറിൽ തന്നെ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് പാത്രം യൂസ് ചെയ്യേണ്ടി വരില്ല, പിന്നെ അത് ക്ലീൻ ചെയ്യേണ്ടി വരില്ല. അപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ വയ്ക്കാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അത് സോക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്. വാഷ് ചെയ്ത് സോക്ക് ചെയ്ത് വെച്ചേക്കണം. ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കണം. നിങ്ങൾ വാഷ് ചെയ്തിട്ട് വേണം സോക്ക് ചെയ്ത് വെക്കാൻ, അല്ലെങ്കിൽ പിന്നീട് നമ്മൾ വാഷ് ചെയ്യാൻ എടുക്കുമ്പോഴേക്കും അരി പൊടിഞ്ഞു പോകും. ഇത് ചോറ് പരസ്പരം ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതിന് വേണ്ടിയിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ടാണ് ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇതിന് വേണ്ടി ഞാൻ ചിക്കൻ ബിരിയാണി വയ്ക്കുമ്പോൾ ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഞാൻ മുളക് പൊടി ഉപയോഗിക്കാറുള്ളൂ. ഇനി ഇതിൻ്റെ മസാല ഉണ്ടാക്കുമ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയൊന്നും ഉപയോഗിക്കാറില്ല. പച്ചമുളകാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വേണ്ട സാധനങ്ങളൊക്കെ ഇനി ചെയ്യുമ്പോൾ പറഞ്ഞു പോവാം. ഇത് നമുക്ക് 8 പേർക്ക് കഴിക്കാൻ പറ്റും. 4 ഗ്ലാസ് അരിയും 1 കിലോ ചിക്കനും എടുത്തു കഴിഞ്ഞാൽ 8 പേർക്ക് ഇത് കഴിക്കാൻ പറ്റും. ഞാൻ ഈ കുക്കറിലാണ് ബിരിയാണി വെക്കുന്നത്. ഇത് കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാഷ്നട്ടും ഉണക്കമുന്തിരിയും സവാള ഉള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. കുറച്ച് നെയ്യും കൂടി ഞാനത് ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ എണ്ണയിലും വറുത്തെടുത്താൽ മതി. അതിന് ഞാൻ ഇതിനകത്തേക്ക് നമ്മുടെ റൈസിന് ഉണക്കമുന്തിരി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ അവസാനം യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ബിരിയാണിയിൽ. പക്ഷെ ഞാൻ ഈ കുക്കറിൽ തന്നെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഇതെല്ലാം റെഡിയാക്കി മാറ്റും. ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, നേർത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. 1 സവാള ഉണ്ട്. ബ്രൗണായി വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് നേരം ഇട്ടിരുന്നാൽ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് അത് സൂക്ഷിക്കണം. ഇനി നമുക്ക് അതിനെ മാറ്റാം. കുറച്ച് എണ്ണ കൂടി ഒഴിക്കുകയാണ്. ഇതിനകത്ത് തന്നെ ഞാൻ ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ. അപ്പോൾ ഇതിനകത്തേക്ക് ഇടുകയാണ് ചിക്കൻ. 2ആയിട്ടിട്ട് പൊരിക്കാം. ഇതിന് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇത്ര ഫ്രൈ ആയാൽ മതി.
നിങ്ങൾ എണ്ണയിൽ ചിക്കൻ ഇട്ട ശേഷം ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഒന്ന് അനക്കി കൊടുക്കണം കേട്ടോ, ജസ്റ്റ് ഒന്ന്. കാരണം ഇതിൻ്റെ പാത്രത്തിൽ പറ്റിയിടിക്കുന്ന ഭാഗം കരിയാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. ഇനി ഞാൻ ഈ ചിക്കൻ ഇതിൽ നിന്ന് മാറ്റുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തന്നെ ഈ ഉള്ളിയൊക്കെ ഇട്ട് ഇതിൻ്റെ മസാല, കോഴിയുടെ മസാല ഉണ്ടാക്കിയെടുക്കാം. ഇത് മുഴുവനും എണ്ണയൊന്നും അല്ല കേട്ടോ, ഇത് നമ്മുടെ ചിക്കനിൽ നിന്ന് ഊറി ഇറങ്ങിയ വെള്ളം കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് നമ്മുടെ സവാളകൾ ഇട്ട് കൊടുക്കാം. ഇത് 3 എണ്ണം ഉണ്ട്, 3 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഞാനൊരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ഇതിനകത്തേക്ക് ഇടുകയാണ്. പിന്നെ എരിവെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി നമ്മുടെ ഉള്ളി റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റും വെളുത്തുള്ളി ചതച്ചത് കേട്ടോ, ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും, ഇതിടുന്നുണ്ട്. ഇനി ഞാൻ തക്കാളി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ഒരു തക്കാളിയാണ് എടുത്തേക്കുന്നത്. നല്ല വലിപ്പമുള്ള തക്കാളിയായിരുന്നു, അതുകൊണ്ടാണ് ഒന്നെടുത്തത്. മാത്രമല്ല അതിന് കുറച്ച് പുളിപ്പും കൂടുതലായിരുന്നു. ഈ നോർമൽ തക്കാളിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 2 എണ്ണം എടുക്കാം. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും പിന്നീട് നമുക്ക് ആവശ്യമുണ്ട്, അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. തൽക്കാലം ഇതിൽ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, അതും ഒരല്പം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടിട്ടാണ് മാരിനേറ്റ് ചെയ്തത്, അത് കാരണം അത് അഡ്ജസ്റ്റ് ചെയ്ത് മാത്രമേ ഇതിൽ ഉപ്പിടാവൂ. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറി മസാല ഒരു 1.5 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. ഈ മസാലയിൽ ഞാൻ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഇട്ടിട്ടില്ല. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. ഇതിനകത്തേക്ക് പച്ചമുളകാണ് ഇട്ടത്. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വയ്ക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ചിക്കൻ സോഫ്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ചോറും ഇതിനകത്ത് തന്നെയാണ് വേവിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഞാനൊരു 4 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. 4 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം, അതേ ഗ്ലാസ്സിൽ തന്നെ 6 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള തൈരുണ്ട്, പിന്നെ ചിക്കനിൽ നിന്ന് ഊറിയ വെള്ളമുണ്ട്. അതുകൊണ്ടാണ് 6 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നത്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ സോക്ക് ചെയ്താണ് വെച്ചിരുന്നത്. അതിപ്പം നമ്മൾ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് ഇതിനകത്തേക്ക് ഇടേണ്ടത്.
ഇനി ഇതിലത്തേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യെല്ലാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ചിലർ ഒരുപാട് നെയ്യ് ഉപയോഗിക്കും, ചിലർ കുറച്ച് നെയ്യേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം. ഇനി ഞാനിത് അടച്ചിട്ടിട്ട് വേവിക്കുകയാണ്. ഇത് ഒരു വിസിൽ കേൾക്കുമ്പോഴേക്കും സ്റ്റോപ്പ് ചെയ്യാം. ഇതിപ്പോൾ കുക്കറിൽ ഒരു വിസിൽ കേട്ടപ്പോഴേക്കും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇപ്പോൾ അതിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ട് ഇനി കുക്കർ തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇത് മല്ലിയിലയും പുതിനയിലയും കൂടെയാണ്. ഞാൻ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടിട്ടാണ്, ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് കുക്കറിനകത്തിട്ട് തന്നെ ഇത് വേവിക്കാം. അരി വേവിക്കുന്ന സമയത്ത് ഇതും കൂടെ ഇടാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള വീഡിയോസ് കണ്ടിന്യൂസായി ലഭിക്കുന്നതിനായി ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.